ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ ഓൾറെഡി നമ്മൾ രണ്ട് ഏകദേശം മണിക്കൂർ ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും എന്തായാലും ഞാൻ വരികയാണ്, ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ അറിയിക്കാം മച്ചാമാരെ. അപ്പോൾ നമ്മുടെ 2026 ഏകദേശം ഒരു ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. നമ്മുടെ പുതിയൊരു അപ്ഡേറ്റ് 2026 ഏകദേശം ഗൈസ് ഈ ഒരു ഡേറ്റ് പറയുന്നത് നമ്മുടെ കുറേ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മച്ചാമാരെ. ഏകദേശം നമ്മുടെ സെപ്റ്റംബർ 8 ആ ഒരു ടൈമിലായിരിക്കും അപ്ഡേറ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് ഒരു 7 ആകുമ്പോഴത്തേനും നിലവിലുള്ള നമ്മുടെ എല്ലാ പാക്കും തീരും. അതായത് നമ്മുടെ മെസ്സി പാക്ക് ആയാലും നെയ്മർ പാക്ക് ആയാലും ഡ്രോഗ്ബേൻ്റെ പിന്നെ ചാൻസ് സ്റ്റീലും കാര്യങ്ങളും എല്ലാ പാക്കുകളും ഒരു ഓഗസ്റ്റോട് കൂടി തീരേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് അടുത്ത മാസമായിരിക്കും ചിലപ്പോൾ, ഇത് ഏകദേശം കൺഫേം അല്ല മച്ചാമാരെ, നമ്മുടെ ഡെന്നിസിലോടെ ഒരു കാർഡ് അന്നും ഈ ഒരു ടൈമിൽ പറഞ്ഞായിരുന്നു. ബെക്കംബറിനൊക്കെ ഒരു കാർഡ് നമ്മുടെ ജൂൺ മാസമായിരുന്നു വന്നത്. അപ്പോൾ ജൂലൈ മാസമായിരിക്കും ചിലപ്പോൾ, നമ്മുടെ ഉറപ്പില്ല. ഡെന്നിസിലോടെ ഒരു ഫ്രീ കാർഡ് എപ്പിക്ക് നമുക്ക് തരാൻ ചാൻസ് ഉണ്ട്. അതായത് ഫ്രീ ചാൻസ് ഡീല് മിക്കവാറും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പിന്നെ ഗൈസ് പറയുകയാണെങ്കിൽ കുറേ, അതായത് നമ്മുടെ ഈ 2026 അപ്ഡേറ്റ് കൊണ്ട് തന്നെ പുതിയ നല്ല കിടിലൻ പാക്കുകളെല്ലാം വരുന്നുണ്ട്. അതായത് യമാലിൻ്റെ മെസ്സിക്കും നെയ്മറിനും പകരം യമാലിൻ്റെ സുവാരസിൻ്റെ ഒരു 1500 കാർഡ് ചിലപ്പം പുതിയതായിട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള അംബാസഡർ പാക്ക്, നമ്മുടെ ജിറോഡിൻ്റെ ഒക്കെ പാക്കുകൾ അതിലേക്ക് ആഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നെ മച്ചാമാരെ ഇത്രയും പാക്കുകളാണ് നമ്മുടെ ഡാറ്റാബേസിൽ ഇപ്പം ആഡ് ആയി നിൽക്കുന്നത്. അതായത് ബെയില്, പിന്നെ കക്ക, ബഫൺ, ബെക്കംബർ, ക്രൈഫ്, ബാഗ്യോ, കുബോ, ഇവരൊക്കെ പുയോൾ, ഇവരൊക്കെ അതായത് ഓൾറെഡി വന്ന പാക്ക് തന്നെയാണ്. പക്ഷെ ഇത്രയും പാക്കുകളാണ് നിലവിൽ ഇപ്പം നമ്മുടെ ഡാറ്റാബേസിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് തന്നെയായിരിക്കും നമ്മുടെ 2026 സ്റ്റാർട്ടിങ്ങിലും മിക്കവാറും കൊണ്ടുവരാൻ ചാൻസ്. പിന്നെ മച്ചാമാരെ ഓൾറെഡി ഡാറ്റാബേസിൽ ഇപ്പോൾ ബെയിലിൻ്റെ ആയാലും പിന്നെ ബഫറിൻ്റെയും കുറച്ച് കാർഡുകളൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഈ ഒരു സെപ്റ്റംബറോട് കൂടി, അതായത് ഓണം ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലായിരിക്കും ഈ ഒരു കാർഡുകളൊക്കെ നമ്മുടെ ഡാറ്റാബേസിൽ എത്തുന്നതായിരിക്കും. പിന്നെ നിലവിൽ കേസ് നിങ്ങൾക്കറിയാം, ഓൾറെഡി ഡെയിലി ഗെയിം ആയാലും ഇപ്പം ഏകദേശം പുതിയൊരു ലാപ്പ് എത്തി. അപ്പം ഇനി അടുത്ത ലാപ്പ് ആകുമ്പോഴത്തേനും കസിലിയാസും റോബർട്ടോ കാർലോസും കുറച്ച് കാർഡുകളും റൊമേരിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ ആടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റൊമേരിയോ മിക്കവാറും കേസ് വരുന്നത് നമ്മുടെ ടോറസിന് പകരമായിട്ടുള്ള ഒരു 500ന്റെ കാർഡായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും മച്ചാമാരെ നമ്മുടെ ഇനിയിപ്പോൾ, അതായത് ഗൈസ് ഇപ്പാണെങ്കിൽ കിടിലൻ കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എന്താ പറയുക, നിങ്ങളെല്ലാവരും കോയിന് ഒരു അത്യാവശ്യം സേവ് ചെയ്ത് വെക്കുക. ആരും അധികം ഒന്നും കറക്കി കളയണ്ട, കുറച്ച് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഒരു 500, 600, 700 ഒക്കെ ആ ഒരു നിലവിൽ മതി. വലിയ കോയിനൊന്നും സേവ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ എന്തായാലും കോയിൻ ഉള്ളിടത്തോളം ടൈമിൽ കുറച്ച് ഈവന്റും കാര്യങ്ങൾ ഇവർ കൂട്ടിത്തരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതായിരിക്കും. പിന്നെ ഗൈസ് നമ്മൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഞാൻ നമ്മുടെ ഇതിൽ കണ്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. ഇവരിപ്പോൾ പറയുന്നത് ഈ ഫുട്ബോളിൽ പെരയുടെ ഒരു കാർഡൊക്കെ ആഡ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് എത്രത്തോളം കൺഫേം ആണെന്നൊന്നുമില്ല, കാരണം ഡാറ്റാബേസിൽ വന്നിട്ടൊന്നുമില്ല. ഇതുപോലൊരു ആർട്ടാണ്. എന്തായാലും ഇവരിവിടെ #ഈ ഫുട്ബോളിന്ന് എന്താ പറയുക, ഗൂഗിളിൽ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ചിലപ്പോൾ ഇങ്ങനൊരു കാർഡ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വരട്ടെ, കാർഡുകൾ വരുന്നത് നല്ലതാണ്. കാരണം ഇതുപോലുള്ളൊരു കാർഡൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും വരട്ടെ, അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇനിയിപ്പം ഗൈസ് കവർ പേജ് കുറേ പേര് പറഞ്ഞു ഇതൊരു സെൻട്രൽ ഫ്രൂട്ടിൻ്റെ ഒക്കെ കവർ പേജ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല മച്ചാ, അവരെ കവർ പേജ് ഇങ്ങനെ ആയാലും ഉള്ളിലുള്ള കാര്യങ്ങൾ നന്നായാൽ മതി, വേറെ സീനൊന്നുമില്ല. അപ്പോൾ ഗൈസ് പിന്നെ പറയാനുള്ള, നമ്മുടെ 2026 ആകുമ്പോഴത്തേനും പ്ലെയർ എക്സ്ചേഞ്ചും അതിൻ്റെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. പിന്നെ സ്റ്റേഡിയം മാറ്റം അതെന്തായാലും കൺഫേം ആണ്. കാരണം നിങ്ങൾക്കറിയാം എന്ന് വെച്ചാൽ നമ്മുടെ ഗൈസ് നമ്മൾ വരാൻ കൊതിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു, മാസ്റ്റർ ലീഗ്. അത് ഇതുവരെ ഇവർ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം മാസ്റ്റർ ലീഗ് ആയിരിക്കില്ല, പക്ഷേ കുറച്ച് മാറ്റങ്ങൾ. അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ കഴിഞ്ഞ ദിവസം പെസ്സിലല്ല നമ്മുടെ PC ഉള്ള പോലെ ഒരു എന്താ പറയുക, ആ ഒരു ഇന്നർ സ്റ്റേഡിയവും പിന്നെ എന്താ പറയുക ഒരു ഇറങ്ങി വരുമ്പോഴുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിലവിൽ ഇത്ര കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടുള്ളൂ. എന്തായാലും അതിനനുസരിച്ച് കൂടി വരും മച്ചാമാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആക്കുകയാണ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഇത്ര പാക്കുകളാണ് നമ്മുടെ ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. പിന്നെ പുതിയൊരു ജേഴ്സിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കോയിൻ സേവ് ചെയ്തൊക്കെ ഉറപ്പായിട്ട് യമാൻ്റെ ഒരു കാർഡ് ലോഡിംഗ് ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല, എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.